വിശേഷം 8-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം. യോഹന്നാൻ 8:29. എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞതായ ഒരു വാക്യശകലമാണ് നാം വായിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാനിടയായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുവിന്റെ കൂടെ ഇരുന്നപ്പോൾ യേശു ഈ ഭൂമിയില് അതിശയങ്ങളെ, അത്ഭുതങ്ങളെ മുന്നേ ഉണ്ടായിരുന്ന പോലെയുള്ള ഒരു ലൈഫ് ആയിരുന്നില്ല. പരിശുദ്ധ ആത്മാവ് യേശുവിന്റെ കൂടെ ആയിരുന്നപ്പോൾ യേശു ചെയ്തിരുന്നത്. മറിച്ച് സ്തോത്രം, അത്ഭുതങ്ങളെ, അതിശയങ്ങളെ പ്രവർത്തിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് യേശുവിനെ അത്യധികമായി ഉപയോഗിച്ചത് നമ്മൾ ചിന്തിപ്പാനിടയായിത്തീരുന്നു. സ്തോത്രം. ഇന്നും ഇവിടെയും കാണുന്നത്, ഇവിടെ കർത്താവ് പറയും, എന്നെ അയച്ചത്, അതായത് പിതാവ് എന്നോട് കൂടെ ഉണ്ട്. ഞാൻ എല്ലായ്പ്പോഴും പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ ഇതായിരുന്നു യേശു കർത്താവിനുണ്ടാകുന്ന ഏറ്റവും വലിയ കോൺഫിഡൻസ്. താൻ അത്ഭുതങ്ങളെ ചെയ്യുമ്പോഴും, താൻ അതിശയങ്ങളെ ചെയ്യുമ്പോഴും, ഭൂതങ്ങളെ പുറത്താക്കുമ്പോഴും, ഹല്ലേലൂയ, മരണത്തിൽ നിന്ന് ആളുകളെ തിരിച്ചു കൊണ്ടുവരുമ്പോഴും, സ്തോത്രം, ഹല്ലേലൂയ, കാറ്റിനെയും കടലിനോടും ശാന്തമാകാൻ അമർച്ചയായിട്ട് കൽപ്പിക്കുമ്പോഴൊക്കെയും തനിക്ക് ലഭിക്കുന്ന ഈ അധികാരം എവിടെ നിന്നാണെന്നുള്ളൊരു വലിയ ബോധം കർത്താവിനുണ്ടായിരുന്നു. അതായത് തന്റെ ഐഡന്റിറ്റി എന്താണെന്ന് വ്യക്തമായിട്ടൊരു ബോധം യേശു കർത്താവിനുണ്ടായിരുന്നു. സ്തോത്രം. താൻ ആരിൽ നിന്നാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ തൻ്റെ കൂടെ ആരാണുള്ളത്, താൻ ആരാണ് എന്നുള്ളത്, അത് ഒരു തരം കോൺഫിഡൻസ് ആണ്. ഹല്ലേലൂയ. ആ കോൺഫിഡൻസ് നിന്നുകൊണ്ടാണ് ദൈവത്തിന്റെ പവർ, ദൈവത്തിന്റെ ശക്തി തന്നിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നത്. ദൈവമക്കളായ നമ്മൾക്കും വേണ്ടത് ഈ ഒരു കോൺഫിഡൻസ് ആണ്. ഞാൻ ആരിലായിരിക്കുന്നു, ഞാൻ എവിടെ ആയിരിക്കുന്നു, എൻ്റെ കൂടെ ആരാണുള്ളത്. സ്തോത്രം. എൻ്റെ പവറിന്റെ സോഴ്സ് എവിടെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഐഡന്റിറ്റിയുടെ സോഴ്സ് എവിടെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിൽ ആരാകുന്നു, എൻ്റെ ഐഡന്റിറ്റി എന്താണ് എന്ന് തിരിച്ചറിയുന്നതിൽ നിന്നാണ് നമ്മുടെ ആത്മവിശ്വാസം പുറത്തു വരുന്നത്. ഈ ഐഡന്റിറ്റിയെ കുറിച്ച് നമുക്ക് ഒരു ബോധവും ഇല്ലെങ്കിൽ, സ്തോത്രം, നാം ക്രിസ്തുവിലാണെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു കാര്യവുമില്ല. സ്തോത്രം. നാം ക്രിസ്തുവിലാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം നമ്മൾ ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ, നാം രക്ഷിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ അത് സോ പവർഫുൾ വാക്കാണ്, അതെല്ലാം സെന്റൻസ് ആണത്. ഞാൻ സ്നാനപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ ക്രിസ്തുവിനോടാ ചേരുന്നത്. സ്തോത്രം. ക്രിസ്തുവാണ് പിന്നെ എൻ്റെ എല്ലാമെല്ലാം. സ്തോത്രം. ചില വാക്യങ്ങൾ കൂടെ കാണിക്കാനായിട്ട് താല്പര്യപ്പെടുക. സ്തോത്രം. യോഹന്നാൻ 1:12 ഇങ്ങനെ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവര് പിന്നെ ദൈവമക്കൾ എന്നുള്ള ലേബൽ അറിയാം. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. സ്തോത്രം. അവിടെ ഒരു എന്താ പറയാ വ്യത്യാസങ്ങളില്ല. സ്തോത്രം. എല്ലാവരും ദൈവ മക്കളാണ്. അപ്പോൾ തന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന് 5 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടത് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. സോ നമ്മളിപ്പോ എവിടാണ്? ഹല്ലേലൂയ. ക്രിസ്തുവേശുവിനോട് കൂടെ ഇരിക്കുന്നത്, സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇപ്പൊ നമ്മുടെ ഐഡന്റിറ്റി വ്യക്തമായിട്ട് കാണിക്കുന്ന ചില വാക്കുകളാണ് ഞാനിവിടെ എടുത്ത് കാണിക്കാനിടയായത്. സ്തോത്രം. ഈ ഒരു ഐഡന്റിറ്റിയിൽ നിന്നായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. കാരണം അതാണ് നമുക്ക് ജീവിക്കാനുള്ള കോൺഫിഡൻസ് നൽകുന്നത്. യേശുവിന്റെ മുമ്പിൽ വന്ന എല്ലാ പ്രതിസന്ധികളെയും ഈ ഒരു ഐഡന്റിറ്റിയിൽ നിന്ന് പുറത്തു വരുന്ന അധികാരത്തെ ഉപയോഗിച്ച് യേശു കീഴടക്കിയത്. യേശു അതിൽ നിന്നും തോറ്റോടുകയോ പിന്മാറുകയോ പേടിച്ചു വിറച്ച് ഒളിച്ചോടുന്ന യേശുവിനെ നമ്മൾ എവിടെയും കാണുന്നില്ല. ധൈര്യത്തോടെ, അധികാരത്തോടെ അതിനെ നേരിടുന്ന യേശുവിനെ കണ്ടത്. സ്തോത്രം. ബോൾഡായിട്ട് സംസാരിക്കുന്ന, ഡിസിഷൻസ് എടുക്കേണ്ടുന്ന സമയത്ത് ധൈര്യപൂർവ്വം എടുക്കുന്ന യേശുവിനെ കണ്ടത്. ഹല്ലേലൂയ. അവിടെ കോംപ്രമൈസ് ചെയ്യുന്ന യേശുവിനെ നമ്മൾ കണ്ടിട്ടില്ല. തിരിച്ചോടുന്ന യേശുവിനെ നമ്മൾ കണ്ടിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. തനിക്കും തന്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ വന്ന വിഷയങ്ങളെ തന്റെ വിഷയങ്ങളായി ഏറ്റെടുത്തുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന യേശുവിനെ. ഹല്ലേലൂയ. കാരണം യേശുവിന് അറിയാമായിരുന്നു
അല്ല ഞാൻ എവിടെ നിന്ന് വന്നു, എൻ്റെ കൂടെ ആരുണ്ട്, ഞാനിപ്പോൾ എവിടെ ആയിരിക്കുന്നു, എൻ്റെ ഐഡന്റിറ്റി എന്താണെന്നുള്ളത് വലിയ ബോധം യേശുവിന്റെ മേലുണ്ടായിരുന്നു. ഈ പകൽക്കാലം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, സ്തോത്രം, ഈ ഒരു അധികാരത്തോടെ ദൈവസേന മുന്നേറുവാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, കറണ്ടൊക്കെയും പോകുമ്പോൾ നമ്മൾ ജനറേറ്റർ വെക്കാറുണ്ട്, സ്തോത്രം. ആ ജനറേറ്റർ സ്വിച്ച് ഇട്ടില്ല എങ്കിൽ ആ ബിൽഡിംഗ് മുഴുവൻ ഇരുട്ടിലാകും, അല്ലേ എന്ന് പറയുന്നത്. പക്ഷെ സ്വിച്ച് ഇടുമ്പോൾ ആ ഒരു ബിൽഡിങ്ങിന് മുഴുവൻ പ്രവർത്തിക്കാൻ ആവശ്യമായ വെളിച്ചം ആ ജനറേറ്റർ ഉൽപ്പാദിപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ വെളിച്ചമാകുന്ന ക്രിസ്തുവിൽ നാം ഓണായിട്ടിരിക്കുമ്പോൾ, സ്തോത്രം, നാം മുഴുവൻ പ്രകാശിക്കത്തക്ക നിലവാരത്തിലുള്ള വെളിച്ചത്തെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഴ്സ് അത് യേശുവാണെന്നുള്ള ബോധ്യത്തോടെ നാം ഇരിക്കുന്നുവെങ്കിൽ, ആ അതോറിറ്റി നാം തിരിച്ചറിയുന്നുവെങ്കിൽ, ഒരു അന്ധകാരത്തിനും നമ്മെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. നമ്മുടെ ലൈഫിൽ ഒരു അന്ധകാരത്തിന് സ്ഥാനമുണ്ടാകത്തില്ല. പിശാചിന്റെ സകല തീയമ്പുകളെയും വിഷമുള്ളുകളെയും ഹല്ലേലൂയ സ്തോത്രം കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തകർത്തവനായ യേശു, ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞു, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ. അതുകൊണ്ട് പകൽക്കാലം നമ്മുടെ ഐഡന്റിറ്റിയെ തിരിച്ചറിയുന്നിടത്ത് നമ്മുടെ അധികാരം പ്രവർത്തിച്ചു തുടങ്ങുന്നത്, സ്തോത്ര. ഹാലിലെ എല്ലാവരുടെ മേലും ഐഡന്റിറ്റി ഉണ്ട്, പ്രത്യേകിച്ച് ദൈവമക്കളെന്ന് അന്ന് മാറ്റി നിർത്തിയാൽ ഈ ഒരു ലോകത്തിലോട്ട് നാം തിരിയുമ്പോൾ, സ്തോത്രം, എല്ലാവരും പ്രവർത്തിക്കുന്ന അവരുടെ മേലുള്ള ഐഡന്റിറ്റി വെച്ചുകൊണ്ട്. ഒരു പ്രധാനമന്ത്രിക്ക് തനിക്ക് അധികാരം ലഭിക്കുന്ന താനായിരിക്കുന്ന ആ ഐഡന്റിറ്റി നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്, അല്ലേ. മുഖ്യമന്ത്രിയാണെങ്കിൽ, ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും താൻ മുഖ്യമന്ത്രി എന്ന അധികാരത്തിൽ നിന്നുകൊണ്ടാണ് താൻ കാര്യങ്ങളെ നടപ്പാക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ദൈവ മക്കൾ എന്ന് പറഞ്ഞ ഐഡന്റിറ്റി കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, അതോറിറ്റിയിൽ നിന്നുകൊണ്ട് കോൺഫിഡൻസോടെ ദൈവസേനയിൽ മുന്നേറുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതൊരു ചെറിയ കാര്യമല്ല എന്നൊരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അവിടെ നമ്മൾ ജയിച്ചു മുന്നേറും. നമ്മുടെ ജീവിതത്തിന്റെ മേജറായിട്ടുള്ള എല്ലാ വിഷയങ്ങളുടെ മധ്യയും ചാലഞ്ചസിന്റെ മധ്യയും ഈ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞ് അധികാരത്തോടെ പ്രാർത്ഥിക്കുവാൻ, അധികാരത്തോടെ കൽപ്പിക്കുവാൻ, സ്തോത്രം, അധികാരത്തോടെ മുന്നേറുവാൻ, സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. ഈ അധികാരം തിരിച്ചറിയുന്നില്ലെങ്കിൽ, നാം ഉപയോഗിക്കുന്നില്ലെങ്കിൽ, നാം വെറും വിശ്വാസികൾ എന്ന് പറഞ്ഞിരിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. മറിച്ച് ഈ അധികാരം അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ഈ അധികാരങ്ങളെ അതിശയങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. നമ്മളാൽ സാധിക്കാത്ത കാര്യങ്ങളെ നമ്മളിലൂടെ ചെയ്തെടുക്കുവാൻ ഈ അധികാരം, നമ്മൾ വ്യാപരിക്കുന്ന ക്രിസ്തു എന്ന ഹല്ലേലൂയ അഭിഷേകത്തിന്റെ ശക്തിക്ക് കഴിയുമെന്ന്, സ്തോത്രം, നാം ആഴത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ ഒരു കോൺഫിഡൻസോടെ, ആ ഒരു ധൈര്യത്തോടെ, സ്തോത്രം, ഹല്ലേലൂയ. കാരണം നമ്മളെ ആള് മാറ്റുന്ന ഈ അധികാരം എന്ന് പറയുന്നത്, സ്തോത്രം, അഭിഷേകത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ, സ്തോത്രം, കണ്ടിട്ടില്ലേ, വിദ്യാഭ്യാസമില്ലാത്തവരും അക്ഷര വിദ്യാഭ്യാസമില്ലാത്തവരൊക്കെ ബൈബിള് അതിശയകരമായി വായിക്കുന്ന കണ്ട് സാക്ഷികളെ കേട്ടിട്ടില്ലേ. എങ്ങനെയാ, സ്തോത്രം, അവരാരാണെന്ന് തിരിച്ചറിവ്, അവർ കോൺഫിഡൻസ് അവരിലോട്ട് വരുമ്പോൾ അഭിഷേകം അവരറിയാത്ത നിലവാരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും, സ്തോത്രം, അത്ഭുതങ്ങളെ അസാധാരണമായ രീതിയിൽ അവരിലൂടെ ചെയ്യാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴത്തെ ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിലോട്ട് വരട്ടെ. എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ കോൺഫിഡൻസിനെ ഇടിച്ചു കളയുന്ന എന്തെങ്കിലുമൊക്കെ ചിന്തകൾ, ഹല്ലേലൂയ, ഭയപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ പകൽക്കാല ദിവസത്തിൽ അതിലൊന്ന് സറണ്ടർ ചെയ്തിട്ട്, ഞാൻ ആരായിരിക്കുന്നു ക്രിസ്തുവിൽ, ഹല്ലേലൂയ, എൻ്റെ അധികാരം എന്താണെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് ഇരുട്ടിൻ്റെ ഒരു ശക്തികൾക്കും ഒരു പ്രവർത്തനങ്ങൾക്കും എൻ്റെയോ എൻ്റെ കുടുംബത്തിൻ്റെ മേലെയോ സ്ഥാനമില്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധൈര്യത്തോടെ പ്രാർത്ഥിക്കുവാൻ, കൽപ്പിക്കുവാൻ, ഭയപ്പെട്ട് ഓടാനല്ല, ചിലതിനോട് തിരിഞ്ഞതെന്ന് അധികാരത്തിൽ യേശു, നിങ്ങളത് ചെയ്തു നോക്കിക്കേ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേലുള്ള അധികാരത്തെ നിങ്ങളത് പ്രയോഗിച്ചു നോക്കിക്കേ. കർത്താവ് അത്ഭുതങ്ങളെ ആവശ്യങ്ങളുടെ മധ്യ ചെയ്തെടുക്കും. നിസ്സാരമായ കാര്യം. കാരണം സാത്താൻ തോറ്റവനാ, ഹല്ലേലൂയ. അവന്റെ തലയെ തകർത്ത കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, സ്തോത്രം. അവൻ വാലും കാട്ടി, അല്ലെങ്കിൽ പലതും കാട്ടി നമ്മളെ പേടിപ്പിച്ച്, ഹാലയില് നമ്മളിപ്പൊ തീർത്ത് കളയുമെന്നൊക്കെ പറഞ്ഞു വരും. പക്ഷെ തിരിഞ്ഞു നിന്ന് നമ്മളൊന്ന് കൽപ്പിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അറിയാം, ഹല്ലേലൂയ, ആരാ ജയിക്കുന്നതെന്ന്, സ്തോത്രം. അവിടെ ഈ ദിവസങ്ങളിൽ ധൈര്യത്തോടെ, ആത്മവിശ്വാസത്തോടെ, അധികാരത്തോടെ മുന്നേറും. വിഷയങ്ങളുടെ മധ്യേ അത്ഭുതകരമായ ജയങ്ങൾ ഏറ്റെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും.